ബീഹാറിൽ ഞായറാഴ്ചയുണ്ടായ ഭരണമാറ്റത്തോടുകൂടി ദേശീയ രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ആയാറാം ഗയാറാം പൊളിറ്റിക്സിനെ കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും കൂറുമാറ്റങ്ങളുണ്ടായിട്ടുണ്ട്, ഭരണമാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ തുടക്കം കുറിച്ചതാണ് ആയാറാം ഗയാറാം എന്ന സംഭവം, ഹരിയാനയിലെ സംഭവം. എന്നാൽ അതിനെ കടത്തിവിട്ടുന്ന രീതിയിൽ ഇപ്പോൾ ബീഹാറിലെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാർ ആവർത്തിച്ച് കൂറുമാറിക്കൊണ്ടിരിക്കുകയാണ്. നിതീഷ് കുമാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മണ്ഡൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി വന്ന നേതാവാണ്. പ്രത്യേകിച്ചും ബീഹാറിനകത്ത് ലാലു പ്രസാദ് യാദവായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന പല നേതാക്കളും ബീഹാറിൽ നിലവിൽ ഉണ്ട്. അതിലൊരാളാണ് നിതീഷ് കുമാർ. BJP നേതാവായ സുശീൽ കുമാർ മോഡി, ഇവരൊക്കെ ഒരേ കാലഘട്ടത്തിൽ വളർന്നു വന്ന നേതാക്കന്മാരാണ്. ആ നിതീഷ് കുമാർ ഇപ്പോൾ 4ാം തവണയാണ് കൂറുമാറിയിട്ടുള്ളത്. ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു, എഞ്ചിനീയറാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്. ബീഹാറിനകത്ത് ഒരു കാസ്റ്റ് കോമ്പിനേഷൻ നോക്കിയാൽ വെറും 3% താഴെ മാത്രമുള്ള കുർമി സമുദായത്തിൻ്റെ നേതാവാണ്. പക്ഷേ കുർമി സമുദായത്തിൻ്റെ നേതാവായിട്ട് പോലും അദ്ദേഹം സ്വീകാര്യനായ ഒരു രാഷ്ട്രീയക്കാരനായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഭരണ വൈകല്യവും ഭരണ നേട്ടങ്ങളും അതോടൊപ്പം തന്നെ മൊത്തം സമുദായത്തിൻ്റെ ഒരു നേതാവായിട്ട്, മൊത്തം സമൂഹത്തിൻ്റെ ഒരു നേതാവായിട്ട് വളരാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളുമാണ്. ഈ നേതാവ് പക്ഷേ ആവർത്തിച്ച് രാഷ്ട്രീയമായി കരണം അറിയുന്നതാണ് നാം കണ്ടത്. ലാലു പ്രസാദ് യാദവ് 1990കളിലാണ് മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്നത് ബീഹാറിൽ. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ച ആളാണ് നിതീഷ് കുമാർ. അതായത് കർപ്പൂരി ഠാക്കൂർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് 1979 പുറത്താക്കപ്പെട്ടു. ആ പുറത്താക്കപ്പെട്ടതിന് പിന്നിൽ ജനസംഘമായിരുന്നു. ആ പുറത്താക്കിയതിന് ശേഷം പ്രതിപക്ഷ നേതാവായി ബീഹാർ നിയമസഭയിലേക്ക് വരുന്നത് ലാലു പ്രസാദ് യാദവാണ്. അന്ന് ലാലു പ്രസാദ് യാദവിനെ പിന്തുണച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ നിതീഷ് കുമാറായിരുന്നു. പക്ഷേ ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയെ സ്ഥാനമാറ്റോടുകൂടി തന്നെ അദ്ദേഹവുമായി പിണങ്ങുകയും അദ്ദേഹം പുതിയൊരു ഔട്ട്ഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ പേരാണ് സമതാ പാർട്ടി. ആ സമതാ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ ശ്രദ്ധേയനായിട്ടുള്ള ഡൈനാമിക് കേസ് പോലുള്ള കേസുകളിൽപ്പെട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ജോർജ് ഫെർണാണ്ടസ്. ജോർജ് ഫെർണാണ്ടസും നിതീഷ് കുമാറും ചേർന്നാണ് ഈ സമതാ പാർട്ടി രൂപീകരിക്കുന്നത്. ജോർജ് ഫെർണാണ്ടസ് എന്ന് പറഞ്ഞാൽ ബീഹാറുകാരനൊന്നുമല്ല, മംഗലാപുരംകാരനാണ്. അങ്ങനെ ഉത്തരേന്ത്യയിൽ പോയി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനതാ പാർട്ടിയും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹം ബീഹാറിലേക്ക് പോകുന്നത്. മുസഫർപൂരിൽ നിന്ന് MP ആവുന്നുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. ആ ജോർജ് ഫെർണാണ്ടസും നിതീഷും ചേർന്നാണ് സമതാ പാർട്ടിക്ക് രൂപം നൽകുന്നത്. ആ സമതാ പാർട്ടി ആദ്യം കൈപിടിച്ചത് CPML-ഉമായിട്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ ബീഹാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന കക്ഷിക്ക് വളരെയധികം സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് മധ്യ ബീഹാറിലാണ്, ജഹാനാബാദ്, വാര, ആ പ്രദേശങ്ങളിൽ വലിയ സ്വാധീനം, ബക്സർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ CPIML-ന് വളരെയധികം ശക്തികൾ. അതോടൊപ്പം തന്നെ ബീഹാറിലെ ലെനിൻഗ്രാഡ് എന്നറിയപ്പെടുന്ന ബെഗുസറായി, അതുപോലുള്ള പ്രദേശങ്ങളിൽ CPIM, CPI തുടങ്ങിയ കക്ഷികൾക്ക് സ്വാധീനമുണ്ട്. അതായത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സ്വാധീനമുള്ളൊരു മേഖലയിലാണ് ആദ്യമായിട്ട് ഈ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേരാനാണ് സമതാ പാർട്ടി തയ്യാറാകുന്നത്. CPIML-ഉമായിട്ട് സഖ്യമുണ്ടാക്കി. പക്ഷേ അത് അധികകാലം നീണ്ടുന്നില്ല. അതിൽ നിന്ന് അദ്ദേഹം ആ സഖ്യം വിട്ടിട്ടാണ് ആദ്യമായിട്ട് BJP-യുമായി കൈകോർക്കുന്നത്. നിതീഷ് കുമാർ BJP-യുമായി കൈകോർക്കുമ്പോൾ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. വർഗീയ കക്ഷിയായിട്ടുള്ള BJP-യുമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു കക്ഷിയും എടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് അത് ഐഡിയോളജിക്കൽ അലി എന്ന് പറയാവുന്ന ശിവസേന, പ്രത്യയശാസ്ത്രപരമായിട്ട് അവരുടെ കക്ഷിയായിട്ടുള്ള ശിവസേന മാത്രമായിരുന്നു പ്രധാനമായിട്ടും BJP-യുമായിട്ട് സഖ്യമുണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ഒരു മതനിരപേക്ഷ സ്വഭാവമുള്ള ഒരു കക്ഷിയും BJP-യുമായിട്ട് അടുക്കാൻ മടിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിതീഷ് കുമാർ BJP-യുമായിട്ട് സഖ്യമുണ്ടാകുകയും കേന്ദ്രത്തിൽ മന്ത്രിയാവുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് ബീഹാറിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സ്വാധീനമുണ്ട്.
അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് കർപ്പൂരി ഠാക്കൂർ, JP നാരായൺ, ജയപ്രകാശ് നാരായൺ, അതുപോലെ തന്നെ രാം മനോഹർ ലോഹിയ, ഇവർ കെട്ടിപ്പടുത്തിട്ടുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, അത് രണ്ടും ചേർന്നിട്ട് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായി. അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് കക്ഷികൾക്ക് വലിയ പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാധീനമുണ്ട്. അതിന് ഒരു സെക്കുലർ രാഷ്ട്രീയത്തിന് നല്ല വേരുറപ്പുള്ള ഒരു മണ്ണാണ് ബീഹാർ. എന്നിട്ട് പോലും ആ മണ്ണിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി ഉയർന്നു വന്ന നിതീഷ് BJPയുമായിട്ട് കൈകോർക്കുകയും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. അത് ബാബറി മസ്ജിദ് തകർന്ന് 2-3 വർഷത്തിന് ശേഷമാണ് ആ സഖ്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഗുജറാത്ത് റയാറ്റുണ്ടായി 2002 മോഡി മുഖ്യമന്ത്രിയാകുന്ന സമയത്താണ്. ആ ഗുജറാത്ത് റയാറ്റുണ്ടായപ്പോൾ BJPയുമായി സഖ്യത്തിലുണ്ടായിരുന്ന രാംവിലാസ് പാസ്വാൻ, ലോക ജനശക്തി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായിട്ടുള്ള രാംവിലാസ് പാസ്വാൻ, ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല. ആ രാംവിലാസ് പാസ്വാൻ പോലും കേന്ദ്ര കൽക്കരി മന്ത്രി എന്ന സ്ഥാനം രാജിവെച്ച് പ്രതിഷേധിച്ച് രാജിവെക്കുകയുണ്ടായി. എന്നിട്ട് UPAയുമായിട്ട് സഖ്യമുണ്ടാക്കുകയാണ്. പക്ഷേ നിതീഷ് കുമാർ അതിന് തയ്യാറായില്ല. നിതീഷ് കുമാർ അന്നും മന്ത്രിസഭയിൽ തുടർന്നു, ഗുജറാത്ത് റയാറ്റുള്ളപ്പോഴും മന്ത്രിസഭയിൽ തുടർന്നു. മാത്രമല്ല 2003 അദ്ദേഹം ഗുജറാത്തിൽ പോവുകയും മോഡിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുക പോലും ഉണ്ടായി. ഇതാണ് നിതീഷ് കുമാർ. ഈ നിതീഷ് കുമാർ പിന്നെ ആ സഖ്യം വിടുന്നത് എപ്പോഴാണ്? കുറേ വർഷത്തിന് ശേഷമാണ്. 2010 മുതൽ തന്നെ മോഡിയുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം NDAയിൽ ഒരു ആക്സെപ്റ്റബിൾ ഫേസായി, എല്ലാവരും അംഗീകരിക്കുന്നൊരു മുഖമായി, പ്രധാനമന്ത്രിയുടെ മുഖമായി താൻ വരുമെന്നായിരുന്നു നിതീഷ് കുമാർ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഗുജറാത്തിൽ ആവർത്തിച്ച് ജയിക്കുന്ന മോദിയെ RSS അവരുടെ സ്ഥാനാർത്ഥിയായിട്ട്, RSSൻ്റെ പ്രചാരകരാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു. ആ മുന്നോട്ട് കൊണ്ടുവരുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. അത് 2010 മുതൽ തന്നെ നിതീഷ് മോദിയെ എതിർക്കുന്നുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നൊരു സംഭവമുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ പോയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത്. പട്നയിൽ BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് ഉണ്ടായി. ആ നാഷണൽ എക്സിക്യൂട്ടീവിൽ പോയപ്പോൾ ഈ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് മുഴുവൻ നിതീഷ് ഒരു ഡിന്നർ ഒരുക്കി. നിതീഷ് BJPക്കാരനല്ല, ഐക്യജനതാൾ നേതാവാണ്. പക്ഷേ സഖ്യകക്ഷിയാണ് BJP. അതുകൊണ്ട് തന്നെ BJP നാഷണൽ എക്സിക്യൂട്ടീവ് വന്നപ്പോൾ അവിടുത്തെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് മുഴുവൻ അദ്ദേഹം ഒരു ഭക്ഷണം ഓഫർ ചെയ്തു. പക്ഷേ ആ 2 ദിവസം മുമ്പ്, ഈ എക്സിക്യൂട്ടീവ് ആരംഭിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഒരു പോസ്റ്റർ വന്നു ഡൽഹിയിൽ, പട്നയിൽ. ആ പട്നയിലെ പോസ്റ്റർ എന്താണെന്ന് വെച്ചാൽ മോഡിയും അതുപോലെ തന്നെ നിതീഷ് കുമാറും കൈകൊടുത്ത് നിൽക്കുന്ന ഒരു വലിയ പടമാണ്. ഇതിൽ അദ്ദേഹം ക്ഷുഭിതനായിട്ട്, കാരണം ഞാൻ മോഡി അംഗീകരിക്കുന്നില്ല എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയായിരിക്കണം, അദ്ദേഹം ക്ഷുഭിതനാവുകയും ആ ഡിന്നർ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അതുമാത്രമല്ല, അന്ന് വെള്ളപ്പൊക്കം എന്തോ ദുരന്തമുണ്ടായിരുന്നു. കോസി നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് ഗുജറാത്ത് സർക്കാർ, മോദിയുടെ സർക്കാർ, അന്ന് മോദിയാണ് മുഖ്യമന്ത്രി, മോദിയുടെ സർക്കാർ 5 കോടി രൂപ പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. നിതീഷ് കുമാർ അത് മടക്കി നൽകി, വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് മോദി 2013 മോഡി ഔദ്യോഗികമായിട്ട് പിന്നെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഡിക്ലെയർ ചെയ്യുന്നത്. ഈ സമയത്താണ് ഇയാൾ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. നിതീഷ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, അഴിമതിക്കറ പുരളാത്ത ഒരു മതനിരപേക്ഷ മുഖമുള്ള ആളായിരിക്കണം NDAയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഇദ്ദേഹം ഇറക്കി. അല്ലാതെ അതിനർത്ഥം മോഡി അങ്ങനെയുള്ള ആളല്ല എന്നുള്ളതാണ്, അഴിമതിക്കാരനാണ്, അതോടൊപ്പം തന്നെ മതനിരപേക്ഷ മുഖമില്ലാത്ത ആളാണ്, അതിന് പറ്റിയ ആൾ ഞാനാണ്, എന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത് എന്നൊരു മെസ്സേജാണ് നിതീഷ് കുമാർ നൽകിയത്. പക്ഷേ അന്ന് BJP ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതൊന്നും ആരും ശ്രദ്ധിച്ചതേയില്ല. പിന്നെ അദ്ദേഹം സംഘമുക്ത ഭാരതമാണ് ഇനി ആവശ്യം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ആ രീതിയിൽ ഐഡിയോളജിക്കലി BJPയുമായിട്ട് അകലാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് RJDയുമായിട്ട് സഖ്യം സ്ഥാപിക്കുകയും ഉണ്ടായി. BJP വിട്ട് വീണ്ടും RJDയിലേക്ക് വന്നു.
പക്ഷേ RJD-യിൽ അധികകാലം തുടർന്നില്ല. ആ തുടരാതിരിക്കാനുള്ള കാരണം BJP കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന ചില അഴിമതി ആരോപണങ്ങളാണ്. പുതിയ അഴിമതി ആരോപണം. ആദ്യം ലാലുവിനെതിരെ ഉണ്ടായിരുന്ന കാലിത്തീറ്റ കുംഭകോണ കേസാണ്. 1000 കോടിയോളം രൂപയുടെ കാലിത്തീറ്റ കുംഭകോണ കേസാണ്. അതിലദ്ദേഹം CBI അന്വേഷിച്ചു, അദ്ദേഹത്തിന് കോടതി ശിക്ഷിച്ചു, ദീർഘകാലം ജയിലിൽ കിടന്നു. പക്ഷേ ഇതൊരു പുതിയ കേസാണ്. BJP അന്വേഷണ ഏജൻസികളെ കൊണ്ട് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന മറ്റൊരു കേസാണ് IRCTC അഴിമതി, കരാറ് നൽകിയതിലുള്ള അഴിമതി. അതുപോലെ തന്നെ ജോലിക്ക് ഭൂമി വാങ്ങിയതായിട്ടുള്ള അഴിമതി. അതായത് റെയിൽവേയിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഭൂമി തട്ടിപ്പറിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള അഴിമതി കേസ്. ഈ 2 അഴിമതി കേസിലും ലാലു, റാബ്രി, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള റാബ്രി, അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള തേജസ്വി, 3 പേർക്കെതിരെയും പിന്നെ റെയ്ഡ് നടന്നു. ഓഫീസുകളിലും വീടുകളിലൊക്കെ റെയ്ഡ് നടന്നു. CBI-ൻ്റെ ED-ഒക്കെ. സ്വാഭാവികമായിട്ടും തേജസ്വി അഴിമതിക്കാരനാണ്, ഇനി എനിക്ക് ഈ സഖ്യത്തിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും നിതീഷ് കുമാർ BJP-യിലേക്ക് മടങ്ങിപ്പോയി. BJP-യുടെ സഖ്യകക്ഷിയായിട്ട് മാറി. അത് പക്ഷേ ആ ബന്ധം അധികം തുടർന്നില്ല. കാരണം ആ സഖ്യത്തിലാണ് 2 തെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 17 സീറ്റിലാണ് BJP-യും പിന്നെ RJD-യും മത്സരിച്ചത്. ആ മത്സരിച്ചപ്പോൾ BJP മത്സരിച്ച എല്ലാ സീറ്റിലും ജയിച്ചു, RJD 1 സീറ്റ് തോറ്റു, 16 സീറ്റ് കിട്ടുകയുള്ളൂ. നേരം JDU ഒന്ന് ഡൗണായി. രണ്ടാമത് 2020 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പിന്നെ JDU-ന് വലിയ നഷ്ടമുണ്ടായി. കാരണം 2010 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായിരുന്നു JDU ബീഹാർ നിയമസഭയിലെ. 2015 ആയപ്പോൾ രണ്ടാമത്തെ കക്ഷിയായി. ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച 2020 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മൂന്നാമത്തെ കക്ഷിയായി താണു. ഒന്നാമത്തെ കക്ഷിയായി RJD എമർജ് ചെയ്തു, 79 സീറ്റ്. രണ്ടാമത്തെ കക്ഷി BJP 78 സീറ്റ്. മൂന്നാമത്തെ കക്ഷി അന്ന് 43 സീറ്റേ ഉണ്ടായിരുന്നു. പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ 2 സീറ്റും കൂടി കിട്ടിയപ്പോൾ 45 സീറ്റായി. പക്ഷേ മൂന്നാമത്തെ കക്ഷിയായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി, അത് വേറെ വിഷയം. പക്ഷേ മുഖ്യമന്ത്രി ആയെങ്കിലും നിതീഷിനെ അത് വല്ലാതെ ഹോണ്ട് ചെയ്തു. കാരണം മൂന്നാമത്തെ കക്ഷിയുടെ നേതാവാണ് താൻ എന്നുള്ളത് ഈ കസേര അസ്ഥിരമാണ് എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ്. കാരണം നിതീഷിനെ നമ്മൾ സാധാരണ പറയാറുള്ളത് കുർസിക്കുമാർ എന്നാണ്. അത് എവിടെയാണ് അധികാരത്തിൻ്റെ കസേരയുള്ളത് അവിടെ പോയി ഇരിക്കുന്ന ഒരു കുമാറാണ് കുർസിക്കുമാർ. ഈ കുർസിക്കുമാറിന് സ്വാഭാവികമായിട്ടും അസ്വസ്ഥത ഡെവലപ്പ് ചെയ്തു. കാരണം നിയമസഭയിലെ ഏറ്റവും വലിയ കക്ഷിയല്ല. ഇത് കക്ഷി ആവാതിരിക്കാനുള്ള കാരണം എന്താ? കാരണം BJP-യുമായിട്ട് തന്നെ സഖ്യത്തിലുള്ള ചിരാഗ് പസ്വാൻ, അതായത് രാംവിലാസ് പസ്വാൻ്റെ മകൻ. പസ്വാനും നിതീഷും തമ്മിൽ, ചിരാഗ് പസ്വാനും നിതീഷും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചിരാഗ് പസ്വാൻ എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ LJP പാർട്ടി BJP മത്സരിക്കുന്ന സീറ്റിൽ മത്സരിച്ചില്ല. പക്ഷേ JDU എവിടെയാണോ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത് അവിടെയൊക്കെ ഈ LJP കയറി മത്സരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ JDU-വിൻ്റെ സീറ്റ് കുറഞ്ഞു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറിയത്. അതോടുകൂടി നിതീഷ് കുമാർ അസ്വസ്ഥനായി. കാരണം ചിരാഗ് പസ്വാൻ ഇങ്ങനെ തൻ്റെ പാർട്ടിയുടെ എല്ലാ സീറ്റിലും കയറി മത്സരിക്കണമെങ്കിൽ BJP-യുടെ സപ്പോർട്ടില്ലാതെ നടക്കില്ല എന്ന് നിതീഷ് കുമാർ നന്നായി അറിയാം. കാരണം BJP തന്നെ ചെറുതാക്കി കാണിക്കുകയാണ് എന്നൊരു വികാരം നിതീഷിനെ ഹോണ്ട് ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അലയൻസ് മാറിയതും RJD-യുമായിട്ട് വീണ്ടും 2022 സഖ്യം സ്ഥാപിക്കുന്നത്. ഇത് RJD അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടാക്കിയ സഖ്യമല്ല, അത് വളരെ വ്യക്തമാണ്. അക്കാലത്തെ വിഷ്വൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാം. നിതീഷ് കുമാർ ലാലുവിൻ്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും പോവുകയാണ് ഉണ്ടായത്. എന്നിട്ട് പിന്നെ സഖ്യത്തിന് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഖ്യം ഉണ്ടായത്. ആ സഖ്യ ഗവൺമെൻറ് നല്ല ഗവൺമെൻറ്റായിരുന്നു. തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായി, ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി, 2 ലക്ഷം പേർക്ക് ജോലി കൊടുത്തു,
വിദ്യാഭ്യാസ സ്കൂളുകളുടെ സംവിധാനമൊക്കെ വളരെ ചിട്ടപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ കാസ്റ്റ് സർവേ നടത്തി. കാസ്റ്റ് സെൻസസ് നടത്തേണ്ട കേന്ദ്ര ഗവൺമെൻറ്റാണ്, പക്ഷേ അത് നടത്താൻ പറ്റില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, BJP പറഞ്ഞു. സ്വാഭാവികമായിട്ടും അദ്ദേഹം കാസ്റ്റ് സർവേ നടത്തി. ബീഹാറിനകത്ത് കാസ്റ്റ് സർവേ നടത്തി. ഏറ്റവും കൂടുതലുള്ളത് അതിപിന്നോക്ക വിഭാഗമാണ്, 33%. 27% OBC. അങ്ങനെ അവർ രണ്ടും കൂടി തന്നെ 60-65%. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സംവരണ കോട്ട വർദ്ധിപ്പിച്ചു. 65% പിന്നോക്ക വിഭാഗങ്ങൾക്കും ദളിത് വിഭാഗങ്ങൾക്കും ആദിവാസി വിഭാഗങ്ങൾക്കായിട്ട് നൽകി. 10% അപ്പർ കാസ്റ്റിനകത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം നൽകി. അങ്ങനെ 75% സംവരണം കൊണ്ടുവന്നൊരു ബില്ല് പാസ്സാക്കി. ഈ രീതിയിൽ നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ തകിടമറിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനെന്താണ് കാരണം? ഇതിൽ ഒരു കാരണം ഇന്ത്യ സഖ്യത്തിൽ, ഇന്ത്യ എന്ന് പറയുന്നൊരു സഖ്യമുണ്ടാക്കി. അത് ഉണ്ടാക്കിയത് ഇതേ നിതീഷ് കുമാറാണ്. നിതീഷ് കുമാറിൻ്റെ ഇനീഷ്യേറ്റീവ് അതിൽ വളരെ പ്രധാനമാണ്. കാരണം ആദ്യത്തെ യോഗം ചേരുന്നത് പട്നയിലാണ്. നിതീഷാണ് എല്ലാവരെയും ക്ഷണിച്ചത്. യോഗം ചേർന്നു, സഖ്യമുണ്ടായി, അതിനൊരു പേര് കിട്ടി. അതുപോലെ തന്നെ ഗോദി മീഡിയക്കാരെ 14ഓളം ഗോദി മീഡിയക്കാരെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. അങ്ങനെ പല നടപടികളുമായിട്ട് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോയി. പക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ കൺവീനർ സ്ഥാനം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് കിട്ടിയേയില്ല. ഏറ്റവും അവസാനത്തെ യോഗത്തിൽ നിതീഷിൻ്റെ പേര് വന്നെങ്കിലും രാഹുൽ പറഞ്ഞു അത് മമതയുടെ കൺസെൻറ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അതോടുകൂടിയാണ് പോയത് എന്നതാണ് ഒരു ആഖ്യാനം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി സ്ഥാനം ഒന്നും കൂടി പൊടി തട്ടിയെടുത്ത് നിതീഷ് മുന്നോട്ട് വന്നെങ്കിലും അതിന് വേണ്ടത്ര ഒരു സ്വീകാര്യത കിട്ടിയില്ല. എന്നാൽ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ മാറ്റം എന്നാണ് ഒരു ആഖ്യാനം. എന്നാൽ ഇതിന് മറ്റൊരു മുഖമുണ്ട്. ഈ ഇന്ത്യ സഖ്യം വന്നതിന് ശേഷം കോൺഗ്രസ് അതിൻ്റെ പെർഫോമൻസ് നന്നാക്കിയില്ല. കാരണം BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും നിതീഷ് സംശയിച്ചിട്ടുണ്ടാവും ഈ സഖ്യത്തിൻ്റെ കൂടെ പോയാൽ എവിടെ എത്തും എന്നൊരു സംശയം ചിലപ്പോൾ നിതീഷിനെ വേട്ടയാടിയിട്ടുണ്ടാകാം. ഇനി മറ്റൊരു കാര്യം, നിതീഷിൻ്റെ ഉപദേശകരുണ്ട്. ലല്ലൻ സിംഗാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്ത്. പക്ഷേ അദ്ദേഹം ഒരു BJP ഭക്തനല്ല. BJPക്ക് പല ഘട്ടങ്ങളിലും BJPക്കെതിരെ നിലപാടെടുത്ത, മതനിരപേക്ഷ സമീപനം വേണമെന്നാവശ്യപ്പെടുന്ന നേതാക്കളിൽ ഒരാളായിട്ട് ആണ് ലല്ലൻ സിംഗ് അറിയപ്പെടുന്നത്. എത്രമാത്രം വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങനെയാണ് മാധ്യമങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ലല്ലൻ സിംഗിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. നിതീഷ് കുമാർ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. ഈ ഘട്ടത്തിൽ തന്നെ മാധ്യമ വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു BJPയുമായിട്ട് നിതീഷ് അടുക്കുകയാണെന്ന്. ലല്ലൻ സിംഗിന് ശേഷമുള്ള നിതീഷിൻ്റെ പ്രധാനപ്പെട്ട ഉപദേശകരുണ്ട് JDUക്കകത്തുള്ള. അതിലൊന്നാണ് വിജയ്കുമാർ ചൗധരി, ധനകാര്യമന്ത്രിയായിട്ടുള്ള വിജയ്കുമാർ ചൗധരി. മറ്റൊന്ന് അശോക് കുമാർ ചൗധരി. അതുപോലെ തന്നെ സഞ്ജയ് ഝാ, മന്ത്രിയായിട്ടുള്ള സഞ്ജയ് ഝാ. ഈ 3 പേരും BJPയുമായി അടുത്ത് നിൽക്കുന്നവരാണ്. കാരണം ഇവർ വലിയ ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. പല ഡീലിങ്സ് നടത്തുന്നവരാണ്. ഇവരുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെയൊക്കെ തേടി ED വന്നു. വിജയ്കുമാർ ചൗധരിൻ്റെ ഒരു വീട്ടിൽ ED റെയ്ഡ് നടത്തി. അല്ല, സ്വാഭാവികമായിട്ടും അവർ ഭയപ്പെട്ടിട്ടുണ്ടാകും. അതായത് BJPയുടെ കൂടെ പോയാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അല്ല, അവർ ആവർത്തിച്ച് നിതീഷ് കുമാർ ഉപദേശിച്ചു, നിങ്ങൾ ഈ സഖ്യത്തിൽ നിന്നാൽ 5 സീറ്റ് പോലും കിട്ടില്ല. അതുകൊണ്ട് RJD സഖ്യം ഉപേക്ഷിക്കണം. RJD സഖ്യം ഉപേക്ഷിച്ച് BJP സഖ്യത്തിൽ പോയാൽ അയോധ്യ രാമപ്രതിഷ്ഠ നടന്നിരിക്കുന്നു. അതിൻ്റെ ഒരു വലിയ ഹാലുണ്ട്, വലിയൊരു ജനപ്രീതി ഉണ്ട്. അതിൻ്റെ കൂടെ നിതീഷും കൂടി ചേർന്നാൽ ഇവിടെ സീറ്റുകൾ തൂത്തുവാരാം. RJDൻ്റെ കൂടെ പോയാൽ അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാകില്ല എന്ന ഉപദേശം ഈ നേതാക്കൾ ആവർത്തിച്ച് നിതീഷ് നൽകിയെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലല്ലൻ സിംഗിനെ മാറ്റിയത്. സ്വാഭാവികമായിട്ടും BJPയുമായിട്ട്
കൈകോർക്കുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. ഇത് സ്വാഭാവികമായിട്ടും നിതീഷിന് ഗുണം ചെയ്യും എന്നാണ് പൊതുവെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. നിതീഷിൻ്റെ ഭാഗത്ത് ചിന്തിച്ചാൽ BJP കൂടെ പോയാൽ അധികാരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാം. അതോടൊപ്പം തന്നെ വീണ്ടും BJP അധികാരത്തിൽ വരികയാണെങ്കിൽ കേന്ദ്രത്തിൽ മന്ത്രിയാകാം, പലർക്കും മന്ത്രിയാകാനുള്ള അവസരം കിട്ടും. ആ രീതിയിൽ ഈ പാർട്ടി കുറച്ചും കൂടി ആയുസ് നീട്ടിക്കിട്ടാൻ ഈ ഒരു ചാഞ്ചാട്ടം സഹായിക്കും എന്നാണ് നിതീഷ് കുമാർ വിലയിരുത്തുന്നത്. പക്ഷേ ബീഹാറിൽ നിന്ന് വരുന്ന വാർത്തകൾ നേരെ തിരിച്ചാണ്. നിതീഷ് കുമാർ പാർട്ടി വിട്ട ദിവസം അവിടുത്തെ ബീഹാറിനകത്തുള്ള പ്രധാനപ്പെട്ട ഹിന്ദി മാധ്യമങ്ങളിൽ വലിയ പരസ്യങ്ങൾ വന്നു. RJD കൊടുത്ത പരസ്യമാണ്. ആ പരസ്യത്തിൽ എന്താ പറയേണ്ടത്, തേജസ്വി യാദവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പരസ്യമാണ്. കാരണം ഈ ചുരുങ്ങിയ ഭരണത്തിനിടയിൽ 18 മാസം നീണ്ട ഭരണത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. ഈ ചെയ്തത് നന്ദി അറിയിച്ചുകൊണ്ട് RJD തേജസ്വി യാദവിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പരസ്യം നൽകി. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്, ഈ കാസ്റ്റ് സർവേ BJP ആണ് സഖ്യകക്ഷിയെങ്കിൽ നിതീഷിന് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ സഖ്യകക്ഷി ആയതുകൊണ്ടല്ലേ ചെയ്തത്? ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ആ പരസ്യത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആശയമാണ് RJD പ്രചരിപ്പിക്കുന്നത്. മറ്റൊന്ന് RJD പറയുന്നത്, നിതീഷ് എന്ന് പറയുന്നത് ഒരു മിർജാഫറാണ്. മിർജാഫറൊക്കെ അറിയാലോ, കൂടെ നിന്ന് വഞ്ചിക്കുന്നവനാണ് മിർജാഫർ. കാരണം ഇന്ത്യ സഖ്യത്തിനകത്തുള്ള ഒരു മിർജാഫറായിരുന്നു നിതീഷ്. അദ്ദേഹം പുറത്തു പോയപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഒരു ഉശ്ശിരി കിട്ടുകയാണ് ചെയ്തത്, കൂടുതൽ ഊർജവും ലഭിക്കുകയാണ് ചെയ്തത് എന്ന ഒരു നെറേറ്റീവാണ് RJD മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തേജസ്വി യാദവ് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, കളി ആരംഭിച്ചിട്ടേ ഉള്ളൂ, കളി അവസാനിച്ചിട്ടില്ല. അത് നൽകുന്നൊരു സൂചന ഇതാണ്, JDU ആവർത്തിച്ച് മറുകണ്ഠം ചാടിയതിനെതിരെ ബീഹാർ ജനതയ്ക്ക് ഒരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം സ്വാഭാവികമായിട്ടും JDUവിനെതിരെ വരും. പിന്നെ JDUവിനകത്ത് മതനിരപേക്ഷവാദികളുടെ ഇഷ്ടം പോലെ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, സെക്കുലർ പാരമ്പര്യമുള്ള ഒരു സ്റ്റേറ്റാണ് ബീഹാർ. അതിന് ഒരുപാട് മതനിരപേക്ഷവാദികൾ ഇതിനകത്തുണ്ട്, JDUവിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ സംവരണ അനുകൂലികളുണ്ട്. അംബേദ്കറുടെ സിദ്ധാന്തങ്ങൾ മുറുകെ പിടിക്കുന്ന കുറേ ആൾക്കാർ JDUവിനകത്തുണ്ട്. BJPയുടെ കൂടെ പോയാൽ ഈ കക്ഷികൾക്ക് അതിൽ ശ്വാസം മുട്ടും, അവർ പുറത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ പുറത്തേക്ക് വന്നാൽ ഈ JDU ശുഷ്കമാകും. അവിടെ തേജസ്വി യാദവ് ഒന്നും കൂടി പറഞ്ഞു, 2024 എന്നുള്ള വർഷത്തിൽ JDU ഇല്ലാതാകും. ഇത് ജനുവരി മാസമാണ്. ഇനിയൊരു 11 മാസത്തെ ആയുസ്സേ ഉള്ളൂ എന്നാണ് തേജസ്വി യാദവ് പറഞ്ഞത്. ഇത് തേജസ്വി യാദവ് മാത്രമല്ല പറഞ്ഞത്. നേരത്തെ നിതീഷിൻ്റെ ഏറ്റവും വലിയ ഉപദേശകനായിട്ടുള്ള പ്രശാന്ത് കിഷോർ, ഫെസ്ഫോളജിസ്റ്റ്, അദ്ദേഹവും ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തി. അദ്ദേഹവും പറഞ്ഞു 2024 JDUവിൻ്റെ അന്ത്യവർഷമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDU എന്നുള്ള പാർട്ടിക്ക് സീറ്റ് കിട്ടില്ല എന്ന് അയാൾ ഉറപ്പിച്ച് പറയുകയുണ്ടായി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ ലഭിച്ചേക്കാം, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDU എന്ന് പറഞ്ഞ കക്ഷിക്ക് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല എന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത്. ബീഹാറിലെ ജനതക്ക് നിതീഷ് കുമാറിൻ്റെ ഈ ചാഞ്ചാട്ടം അപമാനമായി തോന്നിയെങ്കിൽ ഞാൻ പറയുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP JDU സഖ്യത്തിന് വലിയ തകർച്ചയുണ്ടാവും. തേജസ്വി പറഞ്ഞത് ഗേൽ ശുരു കളി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ്. ആ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ, ശരിയാണ്. കാരണം ആ സഖ്യത്തിനകത്ത് ഒരുപാട് കക്ഷികളുണ്ട് ഇപ്പോൾ. JDU, അതുപോലെ തന്നെ BJP, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മാജിയുടെ HAM, ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച, അതുപോലെ തന്നെ
ഉപേന്ദ്ര കുശ്വാഹൻ്റെ പാർട്ടിയുണ്ട്. അതോടൊപ്പം തന്നെ LJP ഉണ്ട്, പസ്വാൻ്റെ LJP. ആ LJP രണ്ടാണ്, ഒന്ന് പരസിൻ്റെ LJPയും ഒന്ന് ചിരാഗ് പസ്വാൻ്റെ LJPയും. LJPക്ക് കഴിഞ്ഞ വർഷം 6 സീറ്റുണ്ട്. അന്നേരം 2 ഫാക്ഷൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് 6 സീറ്റ് വേണമെന്നാണ്. ഉപേന്ദ്ര കുശ്വാഹ പറയുന്നത് 2-3 സീറ്റ് വേണമെന്നാണ്. HAM പറയുന്നത്, മാജി പറയുന്നത് 2-3 സീറ്റ് വേണമെന്നാണ്. ഇനി ഇവർക്കൊക്കെ സീറ്റ് കൊടുത്താൽ JDUവിന് സീറ്റ് കുറയുന്ന ഉറപ്പാണ്. 16 സീറ്റ് ജയിച്ചിട്ടുണ്ട്. ആ 16 സീറ്റ് മത്സരിക്കാൻ കിട്ടുമോ എന്നുള്ളത് JDUവിന് സംശയമാണ്. ഇപ്പോൾ BJPക്ക് സീറ്റ് കുറയും. അല്ല, ഈ BJP ഒരിക്കലും ലോക്സഭയിൽ സീറ്റ് കുറക്കാൻ ആവശ്യപ്പെടില്ല. കാരണം അവരെ ഇഷ്ടപ്പെടില്ല. കാരണം മോഡി പ്രധാനമന്ത്രിയാക്കേണ്ടതാണ്. ഒരു സീറ്റ് കുറഞ്ഞാൽ അത്രയും നഷ്ടം അവർക്കുണ്ടാവും. കാരണം ഈ രീതിയിലുള്ള ഒരു തർക്കങ്ങൾ ഈ NDAക്ക് അകത്ത് രൂപപ്പെടാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നതുകൊണ്ട് കൂടിയായിരിക്കാം തേജസ്വി യാദവ് കളി ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ളത്. ഏതായാലും ബീഹാർ രാഷ്ട്രീയം ഒരു വലിയ നിർണായകമായ ഒരു നിമിഷങ്ങളിലേക്കാണ് പോകുന്നത്. ബീഹാറിലെ തോൽവി അതാർക്കായാലും ആ കേന്ദ്ര അലയൻസിനും അത് ബാധിക്കും. ബീഹാറിൽ NDA തോറ്റാൽ അത് മോഡി പ്രധാനമന്ത്രിയാകുന്നതിനെ ദോഷകരമായി ബാധിക്കും. അല്ല, ഇന്ത്യ സഖ്യമാണ് നോക്കുന്നതെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടുന്നതിനും പ്രയാസമായിരിക്കും. കാരണം ബീഹാർ വളരെ നിർണായകമായിട്ടുള്ള അതിനിർണായകമായിട്ടുള്ള ഒരു സ്റ്റേറ്റായിട്ട് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് വേളയിൽ എമർജ് ചെയ്തിരിക്കുകയാണ്.